Hi everybody. Uh, Hope all of you are safe and staying in home. So, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അത് നമ്മുടെ തേർഡ് മൊഡ്യൂളായിട്ട് വരുന്നതാണ്. സോ കുറച്ചുകൂടി ടഫ് ഏരിയ ആണ്, എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. സോ നമുക്കതിൻ്റെ ഇതിലേക്ക് പോകാം. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ സ്റ്റാൻഡേർഡ് പറയും. ചിലപ്പോൾ നമ്മൾ പറയും സ്റ്റാൻഡേർഡ് ഉണ്ടോ, നിനക്ക് അത്ര സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് വിചാരിക്കും. അതേപോലെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ്. അപ്പോൾ വാട്ട് ഈസ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? Accounting standards are certain set of rules and guidelines based on the principles and methods of accounting to be followed to have uniformity in terminology, approach and presentation of result. ഇതാണ് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീനിങ് പറയുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ പിന്നെന്ന് പറയുന്നത് ദീസ് ആർ റിട്ടൺ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ഓർ ഗവൺമെന്റ്സ് ഓർ അതർ റെഗുലേറ്ററി bodies covering the aspects of recognition, measurement, treatment, presentation and disclosure of accounting transaction in financial statement. ഇത് മറ്റൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കോമൺ ആയിട്ട് പറയുന്നത് എന്താണ്? ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഒരു കൂട്ടം റൂൾസ് അല്ലെങ്കിൽ ഒരു കൂട്ടം ഗൈഡ് ലൈൻസ് ആണ്. Based on principles and method of accounting. Based on principles, accounting principles ഉണ്ട്. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അതേപോലെ ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിങ് മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു റൂൾസ് ആണ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? അത് നോക്കിയേ. ടു ഹാവ് യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി, യൂണിഫോമിറ്റി ഇൻ ടെർമിനോളജി, അപ്രോച്ച് ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജിയിൽ യൂണിഫോമിറ്റി. ടെർമിനോളജി മീൻസ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ പറയുക ക്യാപിറ്റൽ ഒരു ടേമാണ്, ക്യാപിറ്റൽ ഒരു ടെർമിനോളജിയാണ് പറയുക. എക്സ്പെൻസ് മറ്റൊരു ടേമാണ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു മറ്റൊരു ടേമാണ്. മീൻസ് ടെർമിനോളജീസ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജിയിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരണം. നമ്മൾ യൂസ് ചെയ്യുന്ന അതേ മീനിങ്ങോട് കൂടി ആയിരിക്കണം ക്യാപിറ്റൽ എന്ന വേർഡ് മറ്റൊരാൾ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരു കമ്പനി യൂസ് ചെയ്യാൻ. ആൻഡ് അപ്രോച്ച്, ഡിഫറെൻ്റ് അപ്രോച്ച് ഉണ്ടാവും. സ്റ്റോക്ക് വാല്യൂഷൻ അപ്രോച്ച് ഉണ്ട്. സ്റ്റോക്ക് നമുക്ക് എങ്ങനെ വാല്യൂ ചെയ്യാം? നമ്മൾ തന്നെ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി വാല്യൂഡ് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് ഓർ വിച്ച് എവർ ഈസ് ലെസ് എന്നൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ സ്റ്റോക്ക് എങ്ങനെ വാല്യൂ ചെയ്യാം, അതിൻ്റെ ഏത് അപ്രോച്ച് കൊണ്ടുവരാം. ദെൻ പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട്. അല്ലെ, നമ്മൾ പ്രസൻറ്റേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് എന്താ പറയുന്നത് ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന ഒരു ടേമിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ തൊട്ട് താഴെയുള്ള പറയുന്നത് ഇത് സെയിം തന്നെയാണ്. ഇറ്റ്സ് എ റിട്ടൺ ഡോക്യുമെന്റ് ഇഷ്യൂഡ് ബൈ എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ഓർ ഗവൺമെന്റ് ഓർ അതർ റെഗുലേറ്ററി ബോഡീസ്. ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. ഇഷ്യൂഡ് ബൈ എക്സ്പേർട്ട് അക്കൗണ്ടിങ് ബോഡീസ് ഓർ ഗവൺമെന്റ് ഓർ അതർ റെഗുലേറ്ററി ബോഡീസ്. മറ്റേതെങ്കിലും റെഗുലേറ്ററി ബോഡീസ് ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുന്നത്. കവറിംഗ് ദി ആസ്പെക്ട്സ് ഓഫ് റെക്കഗ്നിഷൻ, മെഷർമെന്റ്, ട്രീറ്റ്മെന്റ്, പ്രസന്റേഷൻ ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത്രയും വലിയൊരു ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കവർ ചെയ്യപ്പെടുന്നുണ്ട്. മീൻസ് റെക്കഗ്നൈസ് ചെയ്യുക, അതേപോലെ മെഷർമെന്റ് നടത്തുക, ട്രീറ്റ്മെന്റ് നടത്തുക, ഒരു ഐറ്റത്തെ എങ്ങനെ എല്ലാം ട്രീറ്റ് ചെയ്യണം. ദെൻ പ്രസന്റ് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. അത് നമ്മൾ പറഞ്ഞു പ്രസന്റേഷൻ. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് എന്താ പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ മീനിങ്. നോക്കുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു ടി പി ഘോഷ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ policy document issued by
recognized expert accountancy body relating to various aspects of measurement, treatment, and disclosure of accounting transaction and events. So ഇതൊരു ടി പി കോഴ്സ് എന്ന് പറഞ്ഞ ഒരാൾ കൊടുത്തിരിക്കുന്ന അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനേഷനാണ്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ പോളിസി ഡോക്യുമെൻറ്റ്. ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്, പോളിസി നയപരമായിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. ഇഷ്യൂഡ് ബൈ ദ റെക്കഗ്നൈസ്ഡ് എക്സ്പേർട്ട് അക്കൗണ്ടൻസി ബോഡി. ഏതെങ്കിലും തരത്തിലുള്ള റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള അക്കൗണ്ടിങ് എക്സ്പേർട്ടായിട്ടുള്ള അക്കൗണ്ടിങ് ബോഡീസ് ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ICAI, അതൊരു ഇന്ത്യയിലെ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള അക്കൗണ്ടൻസി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട അക്കൗണ്ടിങ് ബോഡിയാണ്. ദെൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അക്കൗണ്ടൻസി ബോഡി റിലേറ്റിംഗ് ടു വേരിയസ് ആസ്പെക്ട്സ്, വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡോക്യുമെൻറ്റിലൂടെ എന്താണ് എന്ന് വ്യക്തമാക്കുന്നത്. മെഷർമെൻറ്റ്, ഹൗ ടു മെഷർ ദി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐറ്റംസ്, നമ്മുടെ ഓരോ അക്കൗണ്ടിങ്ങിലുള്ള ഓരോ ഐറ്റത്തെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ പറയും, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റലിനെ എങ്ങനെയെല്ലാം ട്രീറ്റ് ചെയ്യണം, ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ദെൻ ബാഡ് ഡെപ്റ്റ് വന്നാൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക. ഈ കാര്യങ്ങളാണ് എന്ത് പറയുന്നത് ഇവിടെ ഉണ്ടാവുക. ദെൻ ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ്. ഇത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഏതെല്ലാമാണ്, അല്ലെങ്കിൽ അതിന് ഇവൻറ്റ്സ് ഏതെല്ലാമാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യുക. ഇതാണ് ഇവിടെ ഉള്ളത് ഒരു ഡെഫിനിഷൻ. ദെൻ കൊഹ്ലർ ഡിഫൈൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആസ് എ മോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടന്റ് ബൈ ലോ, കസ്റ്റംസ് ഓർ പ്രൊഫഷണൽ ബോഡി. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനേഷനാണ്. ഇത് ഏത് ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യാൻ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. കൊഹ്ലർ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആസ് എ മോഡ് ഓഫ് കണ്ടക്ട്. നമ്മൾ ഈ മാനേജ്മെൻറ്റ് പഠിപ്പിച്ച് പറഞ്ഞ മോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അല്ലേ, ഒരു വ്യക്തി എങ്ങനെയെല്ലാം പെരുമാറണം എന്നുള്ളതിനെ പറ്റി, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെയെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊരു മോഡ് ഓഫ് കണ്ടക്ട് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റിന്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പോസ് ചെയ്യാണ്, അവരെ നിർബന്ധിച്ച് എന്ത് ചെയ്യാണ്, ഇന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്യാവൂ എന്ന് പറയുന്നത്. ബൈ ലോ, ഏതെങ്കിലും നിയമപ്രകാരമായിരിക്കും. ഓർ ബൈ കസ്റ്റംസ്, കസ്റ്റം മീൻസ് നമ്മളെ തുടർന്നു പോകുന്ന ഏതെങ്കിലും രീതി, പണ്ട് മുതലേ നമ്മൾ തുടർന്നു പോകുന്ന ഒരു രീതി ഉപയോഗിച്ചിട്ട്. ഓർ പ്രൊഫഷണൽ ബോഡി, ഏതെങ്കിലും പ്രൊഫഷണൽ ബോഡി എന്ത് ചെയ്യാണ്, ഇതിനെ ഇന്ന രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയണം. അപ്പോൾ പ്രൊഫഷണൽ ബോഡിയാണ് നമ്മൾ പറഞ്ഞ ICAI നമ്മളോട് പറയാണ് ഇന്ന രീതിയിലാണ് ഒരു ഐറ്റത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ആ പ്രൊഫഷണൽ ബോഡിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത്. സോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ മീൻസ് സിംപിളി പറയുകയാണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്, ഇഷ്യൂഡ് ബൈ ഒരു എന്താ പറയുക എക്സ്പേർട്ട് ബോഡി ആയിരിക്കും, ഇഷ്യൂഡ് ബൈ എക്സ്പേർട്ട് ബോഡി, ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദി വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ സച്ച് ആസ് മെഷർമെൻറ്റ്, റെക്കഗ്നിഷൻ, മെഷർമെൻറ്റ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്ക്ലോഷർ. Then objective of accounting standards. What are the objectives of accounting standards? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? വളരെ സിമ്പിളായിട്ട് പറയുമ്പോൾ നോക്കൂ, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഏറ്റവും സിമ്പിളായിട്ട് എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷനാണ്. വൺ ഓഫ് ദി മേജർ ഓർ മെയിൻ ഒബ്ജക്റ്റീവ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അത് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ഹാർമണൈസ് ഡിഫറെൻ്റ് അക്കൗണ്ടിങ് പ്രോസസ്സസ്. നമ്മൾ എന്ത് ചെയ്യാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സൊക്കെ എന്ത് ചെയ്യുക, ഹാർമണൈസ് ചെയ്യപ്പെടുക. Then accounting standards are evolved to bridge the gap between various accounting procedures to harmonize different accounting processes. Various accounting procedures നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സ്റ്റോക്ക് വാല്യൂ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്രൈസ് എടുക്കാം, കോസ്റ്റ് പ്രൈസ് എടുക്കാം. ദെൻ സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടാവും. ലിഫോ ഉണ്ടാവും, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, ഫസ്റ്റ് ഔട്ട്, ദെൻ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, സംയോജിപ്പിക്കേണ്ടത്.
എന്നിട്ട് എന്ത് ചെയ്യുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എന്ത് ചെയ്യുക, ഓവർകം ചെയ്യാൻ വേണ്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക ടു എൻഹാൻസ് ദ കണ്ടന്റ്. Another objective of accounting standards to enhance the credibility and comparability of financial statement. നമുക്ക് നമ്മളൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ക്രെഡിബിലിറ്റിയാണ്. മീൻസ് 100% അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ വിശ്വാസയോഗ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ കമ്പാരബിലിറ്റി. അപ്പോൾ നമ്മൾ ഇന്നൊരു കമ്പനി എടുത്തു, എ എന്ന് പറയുന്ന കമ്പനി എടുത്തു, ആ കമ്പനിയുടെ ക്യാപിറ്റലും കാര്യങ്ങളും എന്ത് ചെയ്യും, ബി എന്ന് പറയുന്ന കമ്പനിയുടെ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്യണം. അപ്പോൾ അത് രണ്ട് യൂണിഫോം പ്രൊസീജിയർ ആയിരിക്കണം ഫോളോ ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ. സോ കമ്പാരബിലിറ്റി എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇതാണ് അതിൻ്റെ എൻഹാൻസ് ദ കണ്ടന്റ്. അതിൻ്റെ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് അല്ലെ ഉള്ളടക്കം എന്ത് ചെയ്യുക, കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്. യൂണിഫോം റിസൾട്ട് എന്ത് ചെയ്യാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. Another objective of accounting standard is to communicate uniform result to external users as well as internal users for decision making. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞതന്നെ അവരെ യൂണിഫോം ആയിട്ടുള്ള റിസൾട്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അത് എക്സ്റ്റേണൽ യൂസർ ആണെങ്കിൽ ഇന്റേണൽ യൂസർക്ക് രണ്ടുപേർക്കും അവരുടെ തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള യൂണിഫോം റിസൾട്ട് പ്രൊവൈഡ്. ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് accounting standards aims at facilitate inter-firm comparison and intra-firm comparison. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള കമ്പാരിസന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇന്റർ ഫേം, ഈ നമ്മുടെ ഫേമും മറ്റേതെങ്കിലും ഫേമുമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അതേപോലെ ഇൻട്രാ ഫേം, വിത്തിൻ ദ ഫേം. അപ്പം കഴിഞ്ഞ വർഷത്തെ ഡാറ്റ ഈ വർഷത്തെ ഡാറ്റയുമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അങ്ങനെ വിത്തിൻ ദ ഫേമിൽ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, വേറെ ഏതാനും സെയിൽസ് ഡിപ്പാർട്ട്മെന്റും ഈ നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. സോ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു. ദെൻ ടു ഇംപ്രൂവ് the quality of financial statement. Quality of financial statement. Another important objective of accounting standards is to make financial statement more reliable, comparable, relevant and understandable. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, അതാണ് നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കൂടുതൽ റിലയബിൾ ആക്കുക എന്നുള്ളതാണ്, വിശ്വാസയോഗ്യമാക്കുക. അതായത് കമ്പയറബിൾ ആക്കുക. മീൻസ് മറ്റേതെങ്കിലും ഫേമുമായിട്ട് നമുക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഫർമേഷനുമായിട്ട് നമ്മുടെ ഇൻഫർമേഷൻ കമ്പയർ ചെയ്യുക. റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയുമാണ് എന്ത് പറയുന്നത് ഇവിടെ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഒന്ന്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സസ്, ടു എൻഹാൻസ് കണ്ടന്റ്, to communicate uniform result, to facilitate comparison, to improve quality of financial statement. Okay. So moves on next topic, advantages of financial accounting standards. So what are the advantages? Means നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്ത് നമുക്ക് എന്തെല്ലാം അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ പറഞ്ഞു ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ് among the users of accounting information by providing definite structure of uniform guidelines. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുന്നതിലൂടെ, പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സെൻസ് ഓഫ് കോൺഫിഡൻസ് കിട്ടും. യൂസർ അത് ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിൽ നമ്മുടെ ഇൻഫർമേഷൻ ശരിയാണ് അല്ലെങ്കിൽ വളരെ എന്താ പറയുക റിലയബിൾ ആണ്, വിശ്വാസയോഗ്യമാണ് എന്ന രീതിയിലുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യാൻ കഴിയും.
അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൊവൈഡിങ് എ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഓഫ് യൂണിഫോം ഗൈഡ് ലൈൻസ്. ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ, ഒരു രൂപരേഖയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് യൂണിഫോം ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആയിരിക്കും, എല്ലാ കമ്പനികൾക്കും ഒരേ പോലുള്ള ഗൈഡ് ലൈൻസ് ഉപയോഗിച്ചിട്ട്. ദെൻ യൂണിഫോമിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ disclosed in financial statement cannot be interpreted in any manner other than the purpose it is intended for. യൂണിഫോമിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഏത് ആവശ്യത്തിനാണോ പ്രൊവൈഡ് ചെയ്തത് ആ ആവശ്യത്തിന് മാത്രമേ അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ മാത്രമായിരിക്കും, അസറ്റ് എന്ന് പറയുമ്പം അസറ്റ് മാത്രമായിട്ട്. അപ്പോൾ ആ രീതിയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻഫർമേഷൻസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക. അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ യൂണിഫോമിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയും ഇപ്പം നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഒരു റിസൾട്ട് ആയിരിക്കും. അതേ സെയിം നെറ്റ് പ്രോഫിറ്റ് തന്നെയായിരിക്കും ആര് മീൻ ചെയ്യുന്നത് ഉണ്ടാവാം, നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ഒരു കമ്പനി എടുത്താൽ ചെയ്യുന്നത്. എലിമിനേഷൻ ഓഫ് ambiguity. As a general principle of disclosure and valuation have been developed on uniform basis, there would be no ambiguity in interpretation. The elimination of ambiguity. ഒരു ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ക്ലോഷർ ആൻഡ് വാല്യൂഷൻ ഉണ്ട്, ഹാവ് ബീൻ ഡെവലപ്ഡ് ഓൺ യൂണിഫോം ബേസിസ്. നമ്മൾ ഒരു യൂണിഫോം ബേസിൽ എന്ത് ചെയ്യും, കുറച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്ക്ലോഷർ ഉണ്ടാവും, അല്ലെങ്കിൽ വാല്യൂഷൻസ് ഉണ്ടാവും. സോ ദർ വിൽ നോട്ട് ബി എനി കൈൻഡ് ഓഫ് ആംബിഗ്വിറ്റി ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. നമ്മളൊരു എങ്ങനെയാണ് ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് അത് വാല്യൂ ചെയ്യേണ്ടത്, ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതൊരു യൂണിഫോം ബേസ്, എല്ലാ കമ്പനിയും ആ രീതിയിൽ തന്നെയായിരിക്കും എന്ത് ചെയ്യുക, അത് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്തുണ്ട, അവിടെ ഒരു ആംബിഗ്വിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയില്ല. സോ നെക്സ്റ്റ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. ഇത് ആസ് ദ സെയിം മെത്തഡോളജി ഈസ് ബീങ് ഫോളോഡ് ഇൻ ഓൾ കേസസ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ റിസൾട്ട് ഓഫ് ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ഹാസ് ബീൻ has become easier. ഡിഫറെൻ്റ് ആയിട്ടുള്ള, അപ്പോൾ നമ്മൾ സെയിം മെത്തഡോളജിയാണ് എല്ലാ കമ്പനിയും യൂസ് ചെയ്യുക, അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, കമ്പാരിസൺ പോസിബിൾ ആവും. അതാണ് പിന്നുള്ളതൊന്ന് നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. മാനേജേഴ്സിൻ്റെ അക്കൗണ്ടബിലിറ്റി നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടിങ്ങിലൂടെ ഡിറ്റർമിൻ ചെയ്യാവുന്നതാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ യൂസ്ഫുൾ ഇൻ മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് ദി profitability, liquidity, solvency and general progress of enterprise. ഒരു ഓർഗനൈസേഷനുള്ളിലെ ലാഭത്തെ പറ്റി, അല്ലെ എത്രത്തോളം ലാഭമുണ്ട്, ലിക്വിഡിറ്റി, അല്ലെ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന എത്ര അസറ്റ് ഉണ്ട് എന്നതിനെ പറ്റി, അതേപോലെ സോൾവൻസി, നമ്മുടെ കടമെടുത്തതും നമ്മുടെ അത് റീപേ ചെയ്യാനുള്ള ഒരു കമ്പനിയുടെ കപ്പാസിറ്റി എത്രയാണ്, ഇങ്ങനെയുള്ള ജനറൽ പ്രോഗ്രസ് ഓഫ് എന്റർപ്രൈസ്, ജനറൽ ആയിട്ടുള്ള ഗ്രോത്ത് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം, അവിടുത്തെ മാനേജ്മെന്റ് എത്രത്തോളം നല്ലതാണ്, അവരുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന്. ദെൻ യൂസ് ടു ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, റിസർച്ചേഴ്സ് എക്സെട്ര. അല്ലേ, നമ്മുടെ ഇത് വേരിയസ് പാർട്ടീസ് ഉണ്ട്, ഈ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, അവർക്കെല്ലാം എന്താണ് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് റേസസ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റേസസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് ഇറ്റ്സെൽഫ് ഇൻ ഇറ്റ്സ് ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അല്ലേ, നമ്മുടെ ഓഡിറ്റിംഗ് നല്ല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, നമ്മുടെ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിനെ എന്ത് ചെയ്യും, അവിടെ ആ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യും, കുറച്ചുകൂടി നന്നാവും. അപ്പോൾ മീൻസ് നല്ല അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഓഡിറ്റ് ചെയ്യാം. സോ
ഇത്രയുമാണ് എന്ത് പറയുന്നത് അക്കൗണ്ടിങ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. സോ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ആണ് ഓർ ഗൈഡ് ലൈൻസ് ആണ് ഇഷ്യൂഡ് ബൈ അപ്പെക്സ് ബോഡി ഓർ എക്സ്പെർട്ട് കമ്മിറ്റി. ഇതാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് ഡെഫിനിഷൻ TP ഘോഷ് അതെ കോഹ്ലർ എന്ന് പറയുന്ന ആൾക്കാർ ഡിഫൈൻ ചെയ്തത്. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്സസ്, ടു എൻഹാൻസ് ദ കണ്ടന്റ്, ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയാണ് അതിൻ്റെ ഒബ്ജക്റ്റ്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അഡ്വാൻറ്റേജ് പറഞ്ഞു. അതിൻ്റെ അഡ്വാൻറ്റേജ്, പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് credibility and reliability of financial statement, then uniformity, elimination of ambiguity, then a comparison, then a determination of managerial accountability, useful to shareholders, investors, researchers, etc. Means maybe it is useful to government also. So different parties എല്ലാം എന്ത് ചെയ്യാണ് യൂസ്ഫുൾ ആണ്. raises the standard of auditing. ഇപ്പോൾ ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ് റൈസ് ചെയ്യാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് കഴിയും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് മീൻസ് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട് നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഓഡിറ്റിംഗ് നടത്തും. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക് നല്ല രീതിയിലൊന്ന് പഠിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് prepare very thoroughly. Okay, bye bye.